നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകരുത്, ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിന് തൊട്ടടുത്ത നിമിഷം IRGC കോട്ടകൾക്ക് മുകളിലൂടെ ചീറി US ബോംബർ വിമാനങ്ങൾ. ഉപഗ്രഹ ചിത്രങ്ങളിൽ ടെഹ്റാനിൽ കണ്ട കാഴ്ച സംശയിപ്പിക്കുന്നതായിരുന്നു. ആണവ മിസൈൽ പരീക്ഷണ കേന്ദ്രങ്ങളിൽ ഇറാൻ സേന തിരക്കിട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപകടം മുന്നിൽ കണ്ടായിരുന്നു ട്രംപിന്റെ താക്കീത്. ഏത് നിമിഷവും ഇറാനിൽ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകരുതെന്ന് ട്രംപ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം ടെഹ്റാന് മുകളിലൂടെ പോർ വിമാനങ്ങൾ പറന്നുവെന്ന് ഇറാൻ ചാനലുകളിലും ബ്രേക്കിംഗ്. ഇസ്രയേൽ കണ്ണുകൾ സദാ ഇറാനിലേക്കാണ്. ആണവായുധം നിർമ്മിച്ചെടുക്കുമെന്ന് IRGC വെല്ലുവിളി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായ നിരീക്ഷണമാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ നടത്തുന്നത്. IRGCക്ക് ഇടം വലം തിരിയാനാകുന്നില്ല. മൊസാദ് ചാരന്മാർ ചുറ്റും വളഞ്ഞിരിക്കുന്നു. ആണവ പരീക്ഷണത്തിന്റെ സംശയം തോന്നിയപ്പോഴേ അമേരിക്ക ഇരച്ചിറങ്ങി. US ബോംബറുകൾ പറന്നതും IRGC സംഘം ചിതറിയോടി. ഭരണകൂടത്തിന്റെ വാക്ക് കേൾക്കാതെ തീക്കളിക്ക് നിൽക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അവർക്ക് സമാധി കെട്ടുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭീകരവാദികളായ ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയെ രക്ഷിച്ചത് അമേരിക്കയുടെ ശക്തമായ സൈനിക നടപടികളാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ ബോംബറുകൾ ഉപയോഗിച്ച് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കുമായിരുന്നുവെന്നും അത് ഇസ്രയേലിന്റെയും യൂറോപ്പിന്റെയും തകർച്ചയ്ക്ക് കാരണമാകുമായിരുന്നുവെന്നും ട്രംപ് ഫ്ലോറിഡയിൽ പറഞ്ഞു. നിലവിൽ ഇറാൻ സൈനികപരമായി തകർന്നിരിക്കുകയാണെന്നും അവരുടെ നാവിക വ്യോമ സേനകളും നേതാക്കളും ഇല്ലാതായതായും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ തള്ളിയ ട്രംപ് ഭാവിയിൽ ഇത്തരം ഭീഷണികൾ ആവർത്തിക്കാതിരിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കി. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കണോ അതോ അനുകൂലമായ ഒരു കരാറിൽ എത്തണോ എന്നതാണ് മുന്നിലുള്ള വഴികൾ എന്ന് പറഞ്ഞ ട്രംപ് ഇറാൻ നേതൃത്വത്തിന്റെ ആശയക്കുഴപ്പങ്ങളെ പരിഹസിക്കുകയും ചെയ്തു. ഇറാനെ കരാറിലെത്തിക്കാൻ എനിക്കറിയാം. ഒരാക്രമണം ഇല്ലാതെ അവർ തനിയെ കീഴടങ്ങുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വീണ്ടും ചർച്ചകൾക്ക് ഇറാൻ അനുകൂല നിലപാട് അറിയിക്കുന്നുണ്ട്. പിന്നോട്ടടിക്കുന്നത് IRGCയുടെ വെല്ലുവിളിയും പ്രവർത്തനവുമാണ്. ഇറാന്റെ എണ്ണ വരുമാനത്തിലാണ് US കയറി അടിച്ചിരിക്കുന്നത്. ഇനി അധികം പിടിച്ചു നിൽക്കാൻ അവർക്കാകില്ല എന്നും ട്രംപ് ആത്മവിശ്വാസത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കുന്നതിനിടെ ഇറാനെ സാമ്പത്തികമായി തളയ്ക്കുകയാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ഇറാന് $480 കോടി ഏകദേശം 40,000 കോടി രൂപ എണ്ണ വരുമാനം നഷ്ടമായതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭീമമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന വരുമാന മാർഗമായ അസംസ്കൃത എണ്ണയുടെ കയറ്റുമതി തടയാൻ അമേരിക്ക ശക്തമായ കടൽ യാത്രാ ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഈ തിരിച്ചടിക്ക് കാരണം. ഇറാനുമേൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണം മുറുകുന്നതിനിടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ ഉപരോധം കടുപ്പിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലുമുള്ള ചരക്ക് നീക്കത്തിന് അമേരിക്കൻ നാവികസേന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണത്തെ ഇത് കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 30% കുറവുണ്ടായതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ എണ്ണ വിപണിയിലെ ഈ സ്തംഭനാവസ്ഥ ആഗോള തലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. വിതരണ ശൃംഖലയിലുണ്ടായ കുറവ് കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് വില ഉയരുകയാണ്. ഇന്ധനവില വർദ്ധിക്കുന്നത് വികസ്വര രാജ്യങ്ങളിലെ പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുന്നു. സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ ഇറാൻ ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നടപടികൾ ലോക വിപണിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഈ ഒരു പിടുത്തം അതാണ് ഇപ്പോൾ ഇറാനുമേൽ തങ്ങൾ കടുപ്പിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക പറയുന്നത്. ഇറാനെ ഒരാക്രമണമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ സമാധാന കരാറിൽ എത്തിക്കാൻ എനിക്ക് കഴിയും എന്ന് ട്രംപ് പറയുന്നത് ഈ ഒരു പിടിവള്ളിയിലൂടെയാണ്. അതായത് ഇറാനെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അവർക്കിനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ IRGC വലിയ കൊലവിളികൾ നടത്തുന്നുണ്ടെങ്കിലും അവർ കൊമ്പത്തൂന്ന് താഴേക്കിറങ്ങും എന്ന് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ഇതുമാത്രമല്ല, ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്ന ലക്ഷ്യവും ട്രംപ് പുറത്തെടുത്തിരിക്കുകയാണ്.
ഇസ്രയേലിന്റെ ആയുധപ്പുര നിറച്ച് ജൂതപ്പടയ്ക്ക് ആയുധം കൊടുത്ത് ഇറക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്രയേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായാണ് US അടിയന്തര സ്വഭാവത്തോടെ ഈ നീക്കം നടത്തിയത് എന്നാണ് വിവരങ്ങൾ. സാധാരണ നിലയിലുള്ള കോൺഗ്രസ് അവലോകനം ഒഴിവാക്കി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറുകൾക്ക് വേഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യതയാർന്ന ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേഖലയിലെ സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഈ നിർണായക തീരുമാനമെടുത്തത്. ഇന്ധന പ്രതിസന്ധിയും സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനിക സഹായം എത്തിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഏകദേശം $9 ബില്യൺ കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. BAE സിസ്റ്റംസ് നിർമ്മിച്ച $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം സെക്കൻഡ് ഓൾ അപ്രൗണ്ടുകൾ ഇസ്രയേലിന് വിൽക്കാൻ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. $2.5 ബില്യൺ വരെ വിലമതിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിന് അനുമതി ലഭിച്ചു. നോർത്രോപ്പ് ഗ്രൂമൻ കോർപ്പറേഷൻ, RTX കോർപ്പറേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ എന്നിവയാണ് ഈ വിൽപ്പനയിലെ പ്രധാന കരാറുകാർ. ഖത്തറിന് 200 പാട്രിയറ്റ് അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റി 2 ഗൈഡൻസ് എൻഹാൻസ്ഡ് മിസൈൽ ടാക്ടിക്കൽ ഇന്റർസെപ്റ്ററുകളും 300 PAC-3 മിസൈൽ സെഗ്മെന്റ് എൻഹാൻസ്മെന്റ് ഇന്റർസെപ്റ്ററുകളും $4.01 ബില്യൺ വരെ വിലമതിക്കുന്ന അനുബന്ധ ഉപകരണങ്ങളും വിൽക്കുന്നതിനും വകുപ്പ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ലോക്ഹീഡും RTXുമാണ് ഈ വാങ്ങലിലെ പ്രധാന കരാറുകാർ. മറ്റൊരു കരാറിൽ $992.4 ദശലക്ഷം വരെ വിലമതിക്കുന്ന 10,000 APK WS-2 ഓൾ അപ്രൗണ്ട്സ് അഡ്വാൻസ്ഡും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ഖത്തറിന് അനുമതി ലഭിച്ചു. UAEക്ക് $147.6 ദശലക്ഷം വരെയുള്ള APK WS അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങൾ വിൽക്കുന്നതിനും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉടൻ വിൽക്കേണ്ട അടിയന്തര സാഹചര്യം നിലവിലുണ്ടെന്നും ഇത്തരം വേഗത്തിലുള്ള കൈമാറ്റം അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾക്കുള്ളതാണെന്നും റൂബിയോ വിശദീകരണം നൽകിയതായി വകുപ്പിന്റെ പ്രസ്താവനകളിൽ പറയുന്നു. സാധാരണഗതിയിൽ ആയുധ വാങ്ങലുകൾ കോൺഗ്രസിന്റെ അവലോകനത്തിന് വിധേയമാണ്. കൂടാതെ ഉപഭോക്താക്കളും വിതരണക്കാരും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് അളവും വിലയും നിശ്ചയിക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി മുൻപ് മാർച്ചിലും പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്ക് വേഗത്തിലുള്ള ആയുധ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിച്ചതിന് പിന്നാലെ മേഖലയിലെ പല രാജ്യങ്ങളും ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കിരയായിരുന്നു. സുപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് സംഘർഷത്തിന്റെ ആദ്യ നാളുകൾ മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാഗോള ഊർജ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗതിയില്ലാതെ തുടരുന്നത് ആകാശ ആക്രമണങ്ങൾ പുനരാരംഭിച്ചേക്കാം എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് പുതിയ ആയുധ കച്ചവടത്തിന്റെ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു നീണ്ട യുദ്ധത്തിലേക്ക്, ഒരു ഘോര യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുകയാണോ എന്നുള്ള സംശയമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിന്റെ ആയുധപ്പുരകൾ അമേരിക്ക വൻതോതിൽ നിറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാനെ അടിക്കാൻ അവർ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. നമ്മൾ കണ്ടതായിരുന്നു 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ഒരു ആക്രമണമല്ല ഇറാനെ ആക്രമിക്കുന്നതിലേക്ക് വരെ ഇസ്രയേലിനെ കൊണ്ടെത്തിച്ചത്. അതിനും വർഷങ്ങൾക്ക് മുൻപ് ഇറാനെ ആക്രമിക്കുന്നതിന് ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കാത്തിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിന്റെ തെളിവടക്കം പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ. അതായത് അമേരിക്കയുടെ 3 പ്രസിഡന്റുമാർക്ക് മുൻപിലാണ് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ അവരുടെ പദ്ധതി തയ്യാറാക്കി അത് അവതരിപ്പിച്ചത്. എന്നാൽ 3 പ്രസിഡന്റുമാരും ഇത് അംഗീകരിക്കാതെ തള്ളിക്കളയുകയായിരുന്നു. ഒടുവിൽ ഡൊണാൾഡ് ട്രംപാണ് ഇസ്രയേലിന് കൈകൊടുത്തത്. ഇറാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തു എന്ന് വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു
അമേരിക്ക കയറി അടിച്ചത്. പ്രത്യേകിച്ച് ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളായിരുന്നു ഇറാനും ഇസ്രയേലും പുറത്തുവിട്ടത്. തെളിവടക്കമായിരുന്നു പുറത്തുവിട്ടത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കയറി അടിച്ച് ഇറാനെ തീർക്കുക എന്നുള്ള നിലയിലേക്ക് ഇസ്രയേലും എത്തിയത്. ഇപ്പോൾ ഇസ്രയേലിലും ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയുധപ്പുര നിറച്ചുകൊണ്ട് ഇസ്രയേലിനെ ഒരു യുദ്ധത്തിലേക്ക് സജ്ജമാക്കി ഇറക്കിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ അവസാനിച്ചുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിന് കത്തയച്ചു. ഏപ്രിൽ 7 മുതൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പാലിക്കുന്നുണ്ടെന്നും അതിനാൽ പോരാട്ടം അവസാനിച്ചതായാണ് ട്രംപിന്റെ നിലപാട്. ഈ ഒരു നിലപാടിൽ ഇപ്പോൾ ഒട്ടും തൃപ്തരല്ലാതെ നിൽക്കുകയാണ് ഇസ്രയേൽ പറയുന്നത് ഇത് തീർന്നിട്ടില്ല, ഈ യുദ്ധം അവസാനിച്ചിട്ടില്ല, തങ്ങളാണ് ഇതിന് അന്ത്യം കുറിക്കുക എന്നാണ്. എന്നാൽ ട്രംപ് മറ്റെന്തോ ഒന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. അതായത് അവിടെയാണ് നമ്മൾ ഇസ്രയേലിനെ മുന്നിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഒരു ആക്രമണത്തിനാണ് ഇനി അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്നുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നത്. 1973 വാർ പവേഴ്സ് റെസല്യൂഷൻ പ്രകാരം 60 ദിവസത്തിലധികം യുദ്ധം തുടരാൻ പാർലമെന്റിന്റെ അനുമതി വേണമെന്ന നിയമപരമായ കടമ്പ മറികടക്കാനാണ് മെയ് 1 തൊട്ടു മുൻപ് ഇത്തരമൊരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ അയച്ച കത്തിൽ ഏപ്രിൽ 7 ശേഷം പുതിയ വെടിവയ്പ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. സൈനിക നീക്കം അവസാനിച്ചതിനാൽ ഇനി കോൺഗ്രസിന്റെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. എങ്കിലും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 5000-ലധികം അമേരിക്കൻ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള ഭീഷണി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാനാണ് മുൻഗണനയെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ ഈ തന്ത്രപരമായ നീക്കത്തിനെതിരെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ഇറാൻ തുറമുഖങ്ങളിൽ അമേരിക്കൻ നാവിക ഉപരോധം തുടരുന്നത് യുദ്ധത്തിന്റെ ഭാഗമാണെന്നും ഭരണഘടനയിൽ യുദ്ധം താൽക്കാലികമായി നിർത്താൻ പ്രത്യേക പോസ് ബട്ടൺ ഇല്ലെന്നും സെനറ്റർ ടിം കെയ്ൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലും ആശങ്കയ്ക്ക് കാരണമാകുകയാണ്. ഇതിനിടെ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വിമർശനം ശക്തമാകുന്നുണ്ട്. അതായത് ഇസ്രയേലിന്റെ ഒരു കളിപ്പാവയായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറി എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഇസ്രയേലിന്റെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളും പശ്ചാത്തലത്തിൽ ശക്തമാണ്. അമേരിക്ക ഇസ്രയേലിന് അമിത പിന്തുണ നൽകുന്നു എന്നാണ് ഏകദേശം അമേരിക്കക്കാരും വിമർശിക്കുന്നത്. മാത്രമല്ല ഇറാനെതിരായ ആക്രമണത്തിലേക്ക് അമേരിക്കയെ നയിച്ചതിൽ ഇസ്രയേലിന് പങ്കുണ്ടെന്ന വ്യാപക വിമർശനവും ഉയരുന്നു. ഇത് അമേരിക്കയുടെ വിദേശ നയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. യുദ്ധത്തിന്റെ ആരംഭവും തുടർച്ചയും ഈ വിവാദങ്ങൾക്ക് കൂടുതൽ വഴിവെക്കുകയാണ്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നടന്നിരുന്ന പരോക്ഷ ചർച്ചകൾ മുന്നേറിക്കൊണ്ടിരിക്കെ തന്നെ അപ്രതീക്ഷിതമായി ആക്രമണം ആരംഭിച്ചതാണ് ഈ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. തുടർന്ന് ഇറാൻ വേഗത്തിൽ പ്രതികാരം നടത്തുകയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വഴി ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു. ഈ ഏറ്റുമുട്ടലുകൾക്ക് പിന്നിൽ ഏപ്രിൽ 8 ഒരു പുതിയ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും അത് സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ഇസ്രയേലിലെ ചില മാധ്യമങ്ങൾ പോലും ഈ യുദ്ധം ഇറാന്റെ തന്ത്രപരമായ വിജയത്തിൽ അവസാനിച്ചതായി വിലയിരുത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് യുദ്ധത്തിന്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ധാരണകൾ എത്രത്തോളം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവാണ്. അതായത് ഇറാൻ വിജയിച്ചു എന്ന് നെതന്യാഹുവിനെ എതിർക്കുന്ന ഒരു കൂട്ടം ഇസ്രയേലി മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇറാനെ ഇനി ഒരു 10 വർഷത്തേക്ക് തലപൊക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ മിസൈലുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ ശക്തി ക്ഷയിച്ചു, ഭരണകൂട തലവന്മാർ എല്ലാവരും വീണു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ ഒരു പിളർപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവും റവല്യൂഷണറി ഗാർഡും തമ്മിൽ 2 തട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർ ദുർബലമായി നിൽക്കുകയാണെന്നും ഈ ഘട്ടത്തിൽ കയറി അടിക്കണമെന്നുമാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഘോര യുദ്ധത്തിന്റെ വക്കിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.